ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തങ്കംസ് ഫാമിലി കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചെറുപയർ കൊണ്ടുള്ളൊരു മസാല കറിയാണ്. ചെറുപയർ കൊണ്ടുള്ള സാധാരണ ഉണ്ടാക്കുന്ന കറികളെ വെച്ചിട്ട് ഒരല്പം വ്യത്യാസപ്പെടുത്തിയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചേർക്കുന്ന ചേരുവകളുടെ പ്രത്യേകത കൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ കറി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ഇത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം ചെറുപയറൊന്ന് വറുത്തെടുക്കണം. ഞാൻ ഒരു ഗ്ലാസ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 150 ഗ്രാം വരും. ഇതിൻ്റെ അളവുകളൊക്കെ ഏകദേശം ആണ് പറയുന്നത്. അല്പം സ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറുപയർ ഒരുപോലെ ഒന്ന് ചുവക്ക വറുത്തെടുക്കണം. കണ്ടോ, സാധാരണ പരിപ്പ് കറിക്കുള്ളതിനേക്കാളും കുറച്ചുകൂടി കളർ വേണം. അങ്ങനെ ചുവക്ക വറുത്തെടുത്തതിന് ശേഷം അത് വൃത്തിയായിട്ട് കഴുകി വെള്ളത്തിലിട്ട് 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടും. ഇതിപ്പം കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കുതിർന്ന് കിട്ടിയതിന് ശേഷം ഈ വെള്ളം ഒന്ന് മാറ്റിയതിന് ശേഷമാണ് നമ്മളിത് കറിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ കറി നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എടുക്കുന്നുണ്ട്. ഇത് വെളിച്ചെണ്ണയിലോ നെയ്യിലോ മാത്രമേ ഈ കറി ഉണ്ടാക്കാവുള്ളൂ. അതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് അപ്പോൾ നെയ്യ് കൂടി നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 1 ബേ ലീഫ്, അതായത് ഓൾ സ്പൈസസ് ലീഫ് 2 കൂടി ചേർത്തിട്ട് വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, നല്ല നൈസായിട്ട് അരിയണം. അല്പം ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് 2-3 പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. അത് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കണം. ഇതെല്ലാം ചേർത്ത് ഒന്ന് ചെറിയൊരു ചുവന്ന കളറാവുന്നതുവരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 2 തക്കാളിയാണ് ഞാൻ അരച്ച് ചേർക്കുന്നത്. മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അരച്ച് തന്നെ ചേർക്കണം. ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാളും നല്ലത് അരച്ച് തന്നെ ചേർക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല കൊഴുത്ത ഗ്രേവി ആയിരിക്കും. അപ്പോൾ ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ മുളക് പൊടി 1 ടീസ്പൂണും മല്ലിപ്പൊടി 1 ടീസ്പൂണും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതാണ് നമ്മളിതിന് ചേർക്കുന്ന മസാല. ഇതിനകത്ത് നമ്മൾ ബേ ലീഫും ജീരകവും ചേർക്കുന്നതല്ലാതെ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ബേ ലീഫ് കയ്യിലില്ലെങ്കിൽ 1 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം കറുവാപ്പട്ട, 1 ചെറിയ ഏലക്ക, ഇത് 3 കൂടെ ചേർത്താലും മതി. ഇനി അതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ കൂടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന തക്കാളി മീഡിയം സൈസ് ആണെങ്കിൽ 2 എണ്ണം ചേർക്കണം. ചെറുതോ മീഡിയം ആണെങ്കിൽ 2 എണ്ണം, നല്ല വലിപ്പമുള്ളതാണെങ്കിൽ 1 എണ്ണം ചേർത്താൽ മതി. ഇനി പയറും എല്ലാം മൂടത്തക്ക വണ്ണം വെള്ളം കൂടി ഒഴിക്കുക. വെള്ളം കൂടി പോകണ്ട, തേങ്ങാപ്പാൽ ഒഴിക്കാനുള്ളതാണ്. എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. 2 വിസിൽ കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് ചെറുപയറിൻ്റെ വലിപ്പവും വറവിൻ്റെ വ്യത്യാസവും കൊണ്ട് എന്തായാലും വ്യത്യാസപ്പെടും. അധികം വെന്ത് പോകരുത്. ഇത് ചെറുപയർ നമുക്ക് കഷ്ണങ്ങളായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ചെറുപയർ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. കറിവേപ്പില, നിങ്ങൾക്ക് മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി. ഗ്രേവി ഒന്നുകൂടി ഒന്ന് കൊഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ നമ്മൾ നന്നായിട്ട് തവി വെച്ചിട്ട് ഒന്ന് ഉടച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ആ ഗ്രേവി നല്ല തിക്കായിട്ട് വരും. ഇതുപോലെ അരച്ചൊന്നും ചേർക്കണ്ട, ഇതുപോലെ ഒന്ന് ഉടച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ഗ്ലാസ് തേങ്ങാപ്പാലാണ്. നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ മാത്രം പശുവും പാലോ ആട്ടും പാലോ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ആ തേങ്ങാപ്പാൽ നല്ലതുപോലെ ഒന്ന് ചൂടാകണം. തിളപ്പിക്കുകയൊന്നും വേണ്ട, നല്ലപോലെ ചൂടാകണം. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള തേങ്ങാപ്പാൽ ചേർക്കണം. അപ്പോൾ ഇത് കൂടുതൽ ലൂസായിട്ടിരിക്കുന്നത് അത്ര നല്ലതല്ല. കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഈ ഗ്രേവി വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുപയർ കുറച്ച് ഉടച്ച് ചേർത്തിരിക്കുന്നതും സവാളയും തക്കാളിയും ഒക്കെ ചെറുതായിട്ട് അരച്ചോ ഒക്കെ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തിളയ്ക്കരുത്, ഒന്ന് ചൂടാക്കിയാൽ മതി. ഞാനൊരല്പം തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം തേങ്ങാപ്പാൽ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് പശുവും പാലോ ആട്ടും പാലോ ചേർക്കാം. തേങ്ങാപ്പാലാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ്. ഈ കറിക്ക് അത്യാവശ്യമായി നിങ്ങൾ ഒഴിവാക്കാതിരിക്കേണ്ട കാര്യങ്ങൾ ചെറുപയർ വറുക്കുക എന്നുള്ളത്, പിന്നെ വെളിച്ചെണ്ണ, നെയ്യ്, തേങ്ങാപ്പാൽ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ഇത് 4ഉം കൂടെ ചേരുമ്പോഴാണ് കറിയുടെ ടേസ്റ്റ്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം.
ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ഈ കറി വെക്കാൻ തുടങ്ങുമ്പോൾ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നതിന് പകരം നെയ്യ് ചേർക്കാം, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നെയ്യോ മിക്സ് ചെയ്ത് ചേർക്കാം. ഞാനപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് നെയ്യ് ലാസ്റ്റിൽ സെർവ് ചെയ്യാൻ നേരത്താണ് ഞാൻ ചേർത്തത്. അപ്പോൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കറി നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ നെയ്യ് ചേർക്കുന്നതെങ്കിൽ ആ നെയ്യുടെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഇത് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ചെറുപയർ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് കമൻറ്റ് ചെയ്യൂ. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.